ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽസ് ആണ്. ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ വേരിയസ് മോഡൽസ് ആർ ഡിസൈൻഡ് ആൻഡ് ഡിഫൈൻ. നമ്മുടെ SDLC അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിനകത്ത് ഒരുപാട് മോഡൽസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദീസ് മോഡൽസ് ആർ കോൾഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽസ്. ഈ മോഡൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽസ് എന്ന് പറയുന്നത്. ഓൺ ദ ബേസ് ഓഫ് പ്രൊജക്ട് മോട്ടീവ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽ ഈസ് സെലക്ടഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ്. നമ്മളുടെ പ്രൊജക്റ്റ് മോട്ടീവ് എന്താണോ അതിൻ്റെ ബേസിൽ നമ്മളൊരു പ്രോസസ് മോഡലിനെ ചൂസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുക. ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് മോഡൽസ്. ഇവിടെ കുറേ പ്രോസസ് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബിഗ് ബാങ് മോഡൽ, കോഡ് ആൻഡ് ഫിക്സ് മോഡൽ, വാട്ടർഫാൾ മോഡൽ, വി മോഡൽ, ഇൻക്രിമെൻ്റൽ മോഡൽ, റാഗ് മോഡൽ, അജീൽ മോഡൽ, ഐട്രേറ്റീവ് മോഡൽ, സ്പൈറൽ മോഡൽ, പ്രോട്ടോടൈപ്പ് മോഡൽ, അങ്ങനെ ഒരുപാട് ടൈപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബാങ് മോഡലാണ്. ബിഗ് ബാങ് ഈസ് ദ SDLC മോഡൽ ഇൻ വിച്ച് നോ പെർട്ടിക്കുലർ പ്രോസസ് ഫോളോഡ്. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡൽ തന്നെയാണ്. പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രോസസ്സൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. Generally, this model is used for small projects in which the development teams are small. It is especially useful in academic projects. പൊതുവേ നമ്മൾ ഈ ബിഗ് ബാങ് മോഡൽ ചെയ്യൽ ചെറിയ ചെറിയ പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് അതിനകത്ത് ഡെവലപ്മെൻറ്റ് ടീമും ആകെ 3-4 പേരുണ്ടാവുള്ളൂ. ചെറിയ പ്രൊജക്റ്റും ആയിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ അക്കാദമിക് പ്രൊജക്റ്റിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ബിഗ് ബാങ് മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഈസ് നീഡ് എ ലിറ്റിൽ പ്ലാനിങ് ആൻഡ് ഡസ് നോട്ട് ഫോളോ ഫോർമൽ ഡെവലപ്മെൻറ്റ്. ഇതിനകത്ത് ചെറിയൊരു പ്ലാനിങ്ങും പിന്നെ മതി, അല്ലാതെ കൂടുതൽ ഫോർമൽ ഡെവലപ്മെൻറ്റൊന്നും നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അക്കാദമിക്കിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് പറ്റിയൊരു മോഡലാണ് ബിഗ് ബാങ് മോഡൽ എന്ന് പറയുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് മോഡൽ ബിഗിൻസ് വിത്ത് ദ റിക്വയർഡ് മണി ആൻഡ് എഫേർട്ട് ആസ് ഇൻ ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ടായിട്ട് കാര്യമായിട്ട് കൊടുക്കേണ്ടത് ക്യാഷും അതേപോലെ തന്നെ എഫേർട്ടുമാണ്. The output of this model is developed software that may or may not according to the requirement of the customer. ഔട്ട്പുട്ടായിട്ട് കിട്ടുക ഒരു ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. അത് ചിലപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റിനേക്ക് മീറ്റ് ചെയ്യും, ചിലപ്പോൾ അത് പോസിബിൾ ആവണമെന്നില്ല. ബിക്കോസ് അത് സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുമ്പോൾ, പഠിക്കുന്ന കുട്ടികൾ ചെയ്യുമ്പോൾ പലപ്പോഴും അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആസ് എ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ ഓർ അടുത്ത വർഷം നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു കമ്പനിക്ക് കുറച്ച് പേയ്മെൻറ്റ് നടത്തണം. അതാണ് പറഞ്ഞത് മണി ആൻഡ് എഫേർട്സ്. അപ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഫേർട്സ് എടുത്തിട്ടാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതാണ് മെയിനായിട്ട് അകത്ത് നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കുറേ എഫേർട്ട് എടുത്തൊരു സോഫ്റ്റ്വെയർ ആയി കിട്ടും. അതൊരു പക്ഷേ പ്രതീക്ഷിച്ച അത്ര നീഡ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു ഒബ്ജക്റ്റീവ്സ് ഒന്നും മീറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ പ്രൊജക്റ്റുകൾ ഇപ്പോൾ കണ്ടതാണ്. നമ്മുടെ S6 BCA അതേപോലെ S4 MSc അതിലൊക്കെ ചില ആളുകൾക്ക് കുറേ ഓക്കെ ആയി വരും, ചില ആളുകൾക്ക് കരുതിയ രീതിയിൽ ഒബ്ജക്റ്റീവ്സ് ഒന്നും മീറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അതാണ് ബിഗ് ബാങ് മോഡലിൻ്റെ പ്രത്യേകത. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു ബിഗ് ബാങ് മോഡലിൻ്റെ ഒരു ഫിഗറാണ്. ഇതിനകത്ത് ടൈം, എഫേർട്സ്, റിസോഴ്സസ് ഇതൊക്കെയാണ് ബിഗ് ബാങ്ങിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ടായിട്ട് ഒരു സോഫ്റ്റ്വെയർ കിട്ടും, അത് റിലീസ് ചെയ്യും. അത്രയാണ് അതിനകത്ത് നടക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ബിഗ് ബാങ് മോഡൽ ഈസ് എ സിമ്പിൾ മോഡൽ. ഇതൊരു സിമ്പിൾ മോഡലാണ്. ഇറ്റ് നീഡ്സ് ലിറ്റിൽ പ്ലാനിങ്, കുറച്ച് പ്ലാനിങ്സ് ഒക്കെ മതി. ഇറ്റ് ഈസ് സിമ്പിൾ ടു മാനേജ് ചെയ്യാൻ സിമ്പിളാണ്. ഇറ്റ് നീഡ് ജസ്റ്റ് എ ഫ്യൂ റിസോഴ്സസ് ടു ബി ഡെവലപ്ഡ്. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് റിസോഴ്സസേ ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ് ആൻഡ് ന്യൂ കമേഴ്സ്. ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നത് സ്റ്റുഡൻസിനും ന്യൂ കമേഴ്സിനാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് വെരി ഹൈ റിസ്ക് മോഡൽ. ഇതൊരു ഹൈ റിസ്ക് മോഡലാണ്. ബിക്കോസ് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ്. ദിസ് മോഡൽ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്ട്സ്. ഇതൊരിക്കലും കോംപ്ലക്സ് പ്രൊജക്റ്റിനോ ഒബ്ജക്റ്റ് ഓറിയൻറ്റിനോ ഒന്നും പോസിബിൾ ആയിട്ടുള്ളൊരു മോഡലല്ല. ബിഗ് ബാങ് ഈസ് പുവർ മോഡൽ ഫോർ ലെങ്തി ആൻഡ് ഇൻ പ്രോഗ്രസ് പ്രൊജക്ട്സ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മോഡൽ പ്രൊജക്ട്സിനൊന്നും ഇതത്ര ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തഡല്ല. ഇതൊരു പുവർ മോഡലാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് അക്കാദമിക്കിന് വേണ്ടിയിട്ടും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് മോഡലാണ് ബിഗ് ബാങ് മോഡൽ. നെക്സ്റ്റ് മോഡലാണ് കോഡ് ആൻഡ് ഫിക്സ് മോഡൽ. കോഡ് ആൻഡ് ഫിക്സ് മോഡൽ ഈസ് വൺ സ്റ്റെപ്പ് അഹെഡ് ഫ്രം ദ ബിഗ് ബാങ് മോഡൽ. ഇറ്റ് ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ദാറ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ബിഫോർ റിലീസ്. അതായത് കോഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറയുമ്പോൾ ബിഗ് ബാങ്ങിനേക്കാൾ ഒന്നുകൂടെ നല്ലതായിട്ടുള്ള ഒരു മോഡലാണ്. അതായത് ഇതിനകത്ത് കുറച്ചൊക്കെ അവർ ബഗ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്താൽ കൊടുക്കുകയുള്ളൂ. അല്ലാതെ മറ്റിൻ്റെ പോലെ ജസ്റ്റ് അങ്ങോട്ട് ഔട്ട്പുട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടോ, ബഗ്സ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ അവരൊന്ന് ടെസ്റ്റ് ചെയ്യും. The testing team find the bugs then send the software back for fixing. ഒരു ടെസ്റ്റിംഗ് ടീം ഉണ്ടായിരിക്കും. അവർ ബഗ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ തിരിച്ചയക്കും. എന്നിട്ട് ഫിക്സ് ചെയ്യും. എന്നിട്ട് വീണ്ടും അയക്കും. അപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സ് സെയിം പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനലി ബഗ്സ് ഒന്നും കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അവർ സോഫ്റ്റ്വെയറിന് റിലീസ് ചെയ്യുള്ളൂ. To deliver the fixes, developers complete some coding and send the software again for testing. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഡെവലപ്പേഴ്സ് ബഗ്സൊക്കെ ഫിക്സ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ടെസ്റ്റിങ്ങിന് അയക്കും. പിന്നെ എന്തെങ്കിലും ബഗ്സ് കണ്ടാൽ പിന്നെ ഡെവലപ്പർക്ക് അയക്കും, പിന്നെ ടെസ്റ്റിംഗ് ടീമിന് അയക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ലൂപ്പ് പോലെ. എന്നിട്ട് ഫൈനലി ബഗ്സ് ഒന്നും ഇല്ല കണ്ടാൽ മാത്രം റിലീസ് ചെയ്യും. ദിസ് പ്രോസസ് റിപ്പീറ്റഡ് ടിൽ ദ ബഗ്സ് ആർ ഫൗണ്ട് ഇൻ ഇറ്റ്
അറ്റ് ആൻ അക്സെപ്റ്റബിൾ ലെവൽ, അതായത് ഒരു അക്സെപ്റ്റബിൾ ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർ എന്ത് ചെയ്യൂ, റിലീസ് ചെയ്ത് വിടുള്ളൂ. ഇതാണ് ഫ്ലോ ഓഫ് കോഡ് ആൻഡ് ഫിക്സ് മോഡൽ. ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് വരുന്നത് പറയുന്നത്, കോഡിൻ്റെ ഒരു ഫസ്റ്റ് വേർഷൻ കിട്ടും. പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്, മോഡിഫൈ അണ്ടിൽ ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ റിപ്പീറ്റേഷൻ വരുന്നത്. അതായത് ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിംഗ് ടീമിന് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ബഗ്സ് കണ്ടാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തതാണ് ആ ലൂപ്പ് പോലെ അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇനി ബഗ്സ് ഒന്നും ഇല്ലാതാവുമ്പോൾ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു അക്സെപ്റ്റബിൾ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ മോഡിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ അവിടെ നിന്ന് കണ്ടോ തിരിച്ച് വരുന്ന ആരോ ഒരു ചെറിയ ഡോട്ടഡ് ആരോ ആണ്. അപ്പോൾ പിന്നീട് തിരിച്ച് ആ പഴയ ഫേസിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ഇനി എങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ മോഡിൽ മിസ്റ്റേക്ക് കണ്ടാൽ മാത്രമേ ആ മോഡിഫിക്കേഷൻ ലെവലിലേക്ക് വരുള്ളൂ, അല്ലെങ്കിൽ നേരെ റിട്ടയർമെൻറ്റിലേക്കാണ് പോവുക. ഓക്കെ, അതാണ് അതിൻ്റെ ഫ്ലോ. ഇതാണ് കോഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, ടെസ്റ്റിംഗ് ടീമിന് കൊടുത്തു, അവർ ബഗ്സ് കണ്ടെത്തി എന്താണ് ടെസ്റ്റിംഗ് ടീമിന് കൊടുത്തു, ബഗ്സ് കണ്ടെത്തി, അപ്പോൾ ഫിക്സ് ചെയ്യാൻ കൊടുത്തു. പിന്നെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, ടെസ്റ്റിങ്ങിൽ കൊടുത്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സിങ് റിപ്പീറ്റ് ചെയ്യും അണ്ടിൽ എന്താണ് ബഗ്സൊക്കെ കഴിയുന്നത് വരെ. പിന്നെ ടെസ്റ്റ് ടീമിന് കൊടുക്കും. ടെസ്റ്റിംഗ് ടീമിന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് തോന്നിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കോഡ് ആൻഡ് ഫിക്സ് മോഡലിൻ്റെ കേസ് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മോഡൽ ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ പ്രൊജക്ട്സ്. ഇത് സ്മോൾ പ്രൊജക്ട്സിനൊക്കെ പറ്റിയൊരു ടൈപ്പ് മോഡലാണ് കോഡ് ആൻഡ് ഫിക്സ് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് നീഡ്സ് ലെസ് പ്രൊജക്ട് പ്ലാനിങ്. ഇതിനകത്ത് വളരെ കുറച്ച് പ്രൊജക്ട് പ്ലാനിങ് മതി. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ് ചേഞ്ചസ്. എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഇതിനകത്ത്. ഇറ്റ്സ് നോട്ട് ക്ലിയർ വാട്ട് വിൽ ബി ഡെലിവേർഡ് ആൻഡ് വെൻ. എന്താണ് ഡെലിവർ ചെയ്യുക, അതേപോലെ എപ്പോഴാണ് ഡെലിവർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ടൈമിലും ഇതിങ്ങനെ പിന്നെയും ഈ ഒരു മോഡിഫിക്കേഷൻ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരുതിയ നേരത്തൊന്നും ഡെലിവർ ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് നടക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അസസ് ക്വാളിറ്റി. അതേപോലെ തന്നെ ക്വാളിറ്റി അസസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിർണ്ണയിക്കുക പറഞ്ഞാലും കുറച്ച് ഡിഫിക്കൽട്ടായുള്ള ടാസ്ക്കാണ്. പ്രതീക്ഷിച്ചത്ര ഉണ്ടാവുമോ ഇല്ലയോ എന്നും നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതും ഇതിൻ്റെ ഒരു ഡിഫിക്കൽറ്റിയാണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജാണ്. നെക്സ്റ്റ് മോഡലാണ് വാട്ടർഫാൾ മോഡൽ. ദ വാട്ടർഫാൾ മോഡൽ ഈസ് ദ ക്ലാസിക് മോഡൽ ഓർ ഓൾഡസ്റ്റ് മോഡൽ ആൻഡ് ഇസ് നോൺ ആസ് മദർ ഓഫ് ഓൾ മോഡൽസ്. വാട്ടർഫാൾ മോഡലിനെ നമുക്ക് ക്ലാസിക് മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഓൾഡസ്റ്റ് മോഡലാണ്. അതേപോലെ തന്നെ എല്ലാ മോഡൽസിൻ്റെയും മദറാണ് വാട്ടർഫാൾ മോഡൽ. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഗവൺമെൻറ് പ്രൊജക്ട്സ് ആൻഡ് മെനി വൈറ്റൽ പ്രൊജക്ട് ഇൻ കമ്പനി. ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് മോഡലാണ്. ഗവൺമെൻറ് പ്രൊജക്റ്റിനായാലും ശരി, പ്രൊജക്ട് കമ്പനികളുടെയൊക്കെ വൈറ്റൽ പ്രൊജക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് വാട്ടർഫാൾ മോഡൽ. ദ വാട്ടർഫാൾ മോഡൽ ഈസ് ഓൾസോ കോൾഡ് ആസ് ലീനിയർ സീക്വൻഷ്യൽ മോഡൽ. ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ലീനിയർ സീക്വൻഷ്യൽ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലാസിക് ലൈഫ് സൈക്കിൾ മോഡൽ എന്നൊക്കെ പേരുണ്ട്. ഇൻ ദിസ് മോഡൽ ഈച്ച് ഫേസ് ഈസ് എക്സിക്യൂട്ടഡ് കംപ്ലീറ്റ്ലി ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ഫേസ്. ഹെൻസ് ദ ഫേസ് ഡു നോട്ട് ഓവർലാപ്പ് ദ വാട്ടർഫാൾ മോഡൽ. അതായത് ഇതിനകത്ത് കുറേ ഫേസസ് ആയിട്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഒരു ഫേസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നെക്സ്റ്റ് ഫേസിലേക്ക് പോകുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ്. അങ്ങനെ ഒരു ഓർഡറിലാണ്, സീക്വൻഷ്യലിയാണ് ഇതിനകത്ത് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഫേസ് മറ്റൊരു ഫേസിന് ഓവർലാപ്പ് ചെയ്യുന്ന ഇഷ്യൂസ് ഒന്നും വാട്ടർഫാൾ മോഡലിനകത്തില്ല. ദിസ് മോഡൽ ഈസ് യൂസ്ഡ് ഫോർ സ്മോൾ പ്രൊജക്ട്സ്. ഈ മോഡൽ സ്മോൾ പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് മോഡൽ ഫീഡ്ബാക്ക് ഈസ് ടേക്കൺ ആഫ്റ്റർ ഈച്ച് ഫേസ് ടു എൻഷുർ ദാറ്റ് ദ പ്രൊജക്ട് ഈസ് ഓൺ ദ റൈറ്റ് പാത്ത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓരോ ഫേസിന് ശേഷം ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. റൈറ്റ് പാത്തിലൂടെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ഫീഡ്ബാക്ക്. ടെസ്റ്റിംഗ് പാർട്ട് സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റഡ്. ടെസ്റ്റിംഗ് പാർട്ട് സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ ദ ഡെവലപ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ്. ടെസ്റ്റിംഗ് പാർട്ട് തുടങ്ങുന്നത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഇതാണ് വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഫേസാണ് കമ്മ്യൂണിക്കേഷൻ. അതിനകത്താണ് ആ കമ്മ്യൂണിക്കേഷൻ ഫേസിലാണ് നമ്മൾ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ഒക്കെ നടത്തുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോകും, അതായത് പ്ലാനിങ്. ഈ പ്ലാനിങ്ങിനകത്ത് നടക്കുന്ന എന്തൊക്കെയാണ്, എസ്റ്റിമേഷൻ ഉണ്ട്, ഷെഡ്യൂളിംഗ് ഉണ്ട്, ട്രാക്കിംഗ് ഉണ്ട്. ഈ പ്രോസസ്സുകളൊക്കെ പ്ലാനിങ് ഫേസിലാണ് നടക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഫേസാണ് മോഡലിംഗ്. അതിനകത്ത് അനാലിസിസ് നടക്കും, അതേപോലെ തന്നെ ഡിസൈനിങ് ഒക്കെ നടക്കും. പിന്നെ വരുന്ന കൺസ്ട്രക്ഷൻ, അതിനകത്ത് കോഡിങ് ചെയ്യും. കോഡിങ് കഴിഞ്ഞ ശേഷം മാത്രം ടെസ്റ്റിങ്ങും ചെയ്യും. പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ഫേസാണ്. അതിനകത്താണ് ഡെലിവറി, സപ്പോർട്ട്, ഫീഡ്ബാക്ക് എന്നുള്ള ഫങ്ഷൻസൊക്കെ നടക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തുള്ള ഓരോ ഫേസസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ഡെവലപ്പർ. കസ്റ്റമറും ഡെവലപ്പറും തമ്മിൽ കാര്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ ഗാദർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. നെക്സ്റ്റ് ആണ് പ്ലാനിങ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കംപ്ലീറ്റ് എസ്റ്റിമേഷൻ, ഷെഡ്യൂളിംഗ് ഫോർ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ്. ഈ പ്രൊജക്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്ര എസ്റ്റിമേഷൻ ഉണ്ട്, എത്ര ഷെഡ്യൂളിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ സെക്കൻഡ് ഫേസിലാണ്. തേർഡ് ഫേസിലുള്ളത് മോഡലിംഗ് ആണ്. മോഡലിംഗ് കൺസിസ്റ്റ് ഓഫ് കംപ്ലീറ്റ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് ദ പ്രൊജക്ട്, ദാറ്റ് ഈസ് അൽഗോരിതം, ഫ്ലോ ചാർട്ട് എക്സെട്ര. അതിനകത്ത് നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് മോഡലിംഗിലാണ്. അതേപോലെ തന്നെ ഡിസൈനൊക്കെ ഇവിടെ തീരുമാനിക്കും. അൽഗോരിതം, ഫ്ലോ ചാർട്ടൊക്കെ നമ്മളിവിടെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. The algorithm is the step-by-step solution of the problem and flowchart shows the complete flow diagram of the program.
അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷനാണ്. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷനാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാലോ അതിൻ്റെ ഒരു ഫ്ലോ ഓഫ് ഡയഗ്രാം അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പ്രോഗ്രാമാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ് കോഡ് ജനറേഷൻ ആൻഡ് ദ ടെസ്റ്റിംഗ് പാർട്ട്. കൺസ്ട്രക്ഷൻ്റെ ഏരിയയിൽ വരുന്നത് അല്ലെങ്കിൽ ആ ഫേസിൽ വരുന്നത് ഒന്ന് കോഡ് ജനറേഷനാണ്, അതിനുശേഷം ടെസ്റ്റിംഗ് പാർട്ടാണ്. കോഡിംഗ് പാർട്ട് ഇംപ്ലിമെൻറ്റ് ദ ഡിസൈൻ ഡീറ്റെയിൽസ് യൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് നമ്മൾ കോഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ഈസ് ടു ചെക്ക് വെദർ ദ ഫ്ലോ ഓഫ് കോഡിംഗ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ കോഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ടെസ്റ്റിംഗ് ഓൾസോ ചെക്സ് ദാറ്റ് ദ പ്രോഗ്രാം പ്രൊവൈഡ് ഡിസൈഡ് ഔട്ട്പുട്ട്. അതേപോലെ തന്നെ ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ കരുതിയ ഒരു ഔട്ട്പുട്ട് ഈ പ്രോഗ്രാം കിട്ടുന്നുണ്ടോ, ഈ ഒരു കോഡ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യും. പിന്നെയാണ് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റെപ്പ് കൺസിസ്റ്റ് ഓഫ് ഡെലിവറിങ് ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ ആൻഡ് ടേക്കിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദം. നമ്മളുടെ കസ്റ്റമർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഡിപ്ലോയ്മെൻറ്റ്. അതേപോലെ തന്നെ അവിടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കൊടുക്കും. ദ കസ്റ്റമർ വാണ്ട് സം കറക്ഷൻസ് ഓർ ഡിമാൻഡ്സ് ഫോർ ദ അഡീഷണൽ ക്യാപ്പബിലിറ്റീസ് ദെൻ ദ ചേഞ്ചസ് റിക്വയർഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. അതേപോലെ തന്നെ കസ്റ്റമർ എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും കറക്ഷനോ ഡിമാൻഡ്സൊക്കെ തന്നു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ പിന്നീട് നമ്മളൊന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും ബേസ്ഡ് ഓൺ ദാറ്റ് ചേഞ്ചസ്. എന്നാൽ മാത്രമേ നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർഫാൾ മോഡൽ. എന്തൊക്കെയാണ് ഈ വാട്ടർഫാൾ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ടു ഇംപ്ലിമെൻറ്റ് ആൻഡ് യൂസ്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അതേപോലെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈസിയാണ്, അതേപോലെ യൂസ് ചെയ്യാൻ ഈസിയാണ്. ഓൾ ദ റിക്വയർമെൻറ്റ് ആർ നോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രൊജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു മാനേജ്. അതേപോലെ തന്നെ എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ഈസിയാണ്. ഇറ്റ് അവോയ്ഡ്സ് ഓവർലാപ്പിംഗ് ഓഫ് ഫേസസ് ബിക്കോസ് ഈച്ച് ഫേസ് ഇസ് കംപ്ലീറ്റഡ് അറ്റ് വൺസ്. അതേപോലെ തന്നെ ഫേസസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഇഷ്യൂസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ ഫേസും ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നത്. ദിസ് മോഡൽ വർക്ക്സ് ഫോർ സ്മാൾ പ്രൊജക്ട് വേർ ദ റിക്വയർമെൻറ്റ് ആർ ഈസിലി അണ്ടർസ്റ്റുഡ്. റിക്വയർമെൻറ്റ്സ് ഒക്കെ ഈസിലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്മാൾ പ്രൊജക്റ്റിലൊക്കെയാണ് നമ്മൾ പൊതുവേ ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. This model is preferred for those projects where the quality is more important as compared to the cost of the project. ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ക്വാളിറ്റിക്കാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിനാണ് ഈ മോഡൽ പ്രിഫർ ചെയ്യുന്നത്. എങ്കിലും ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മോഡൽ ഈസ് നോട്ട് ഗുഡ് ഫോർ കോംപ്ലെക്സ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രൊജക്ട്സ്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ കോംപ്ലെക്സ് പ്രൊജക്റ്റിനോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റിനോ ഒന്നും അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല. ഇൻ ദിസ് മോഡൽ ദ ചേഞ്ചസ് ആർ നോട്ട് പെർമിറ്റഡ്, സോ ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ മോഡറേറ്റ് ടു ഹൈ റിസ്ക് ചേഞ്ചസ് ഇൻ ദ പ്രൊജക്റ്റ്. അതായത് ഇതിനകത്ത് പിന്നീട് നമ്മൾ സോഫ്റ്റ്വെയർ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ആ ഫേസൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പോലെ നമ്മൾ പിന്നീട് അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നിടത്ത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഈസ് എ പുവർ മോഡൽ ഫോർ ലോങ് ഡ്യൂറേഷൻ പ്രൊജക്റ്റ്. അതേപോലെ തന്നെ ലോങ് ഡ്യൂറേഷൻ പ്രൊജക്റ്റിൻ്റെ കേസിലും അത്ര ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലല്ല. കാരണം പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള ഒരു എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക, മോഡിഫിക്കേഷൻ വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും ഒരു ഫുൾ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ദ പ്രോബ്ലം വിത്ത് ദിസ് മോഡൽ ആർ അൺകവേർഡ് അണ്ടിൽ ദ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അതേപോലെ തന്നെ ആ മോഡലിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, കോഡിങ്ങിൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ടെസ്റ്റിംഗ് എന്നുള്ള ഫേസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദ എമൗണ്ട് ഓഫ് റിസ്ക് ഈസ് ഹൈ. അതേപോലെ തന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ആണ്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ റിസ്ക് കുറച്ച് ഹൈ ആയി മാറും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇനിയും കുറേ ടൈപ്പ് മോഡൽസ് ഉണ്ട്, ഞാൻ വേറെ വീഡിയോ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.